ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിളിക്കാം. ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തെടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ പറ്റാറില്ല. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും നേരില്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കിടന്നു പോകുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് മറുപടി തരാത്തതും പിന്നെ പല പല കാര്യങ്ങളും. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ അതാണ് പറയുന്നത്. അപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എന്താ പറഞ്ഞ് അവസാനിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഡെലിവറി കഴിഞ്ഞ് ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റൂമിലേക്ക് അന്ന് വൈകുന്നേരം ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു രാവിലെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എണ്ണീറ്റ് നടക്കണം, ഇതൊക്കെയാണല്ലോ നമ്മുടെ പരിപാടികൾ. പക്ഷെ ഞാൻ പറയാലോ, ഡെലിവറി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് നമ്മൾ യൂറിൻ ട്യൂബൊക്കെ ഊരിയിട്ടാണല്ലോ റൂമിലേക്ക് വിടുന്നത്. പക്ഷേ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് നമുക്ക് ഈ പാഡ് മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ പൊന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല, ഹസ്ബൻഡാണ് കൂടെയുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ പാഡ് മാറ്റാൻ നമ്മളെന്ന് പറഞ്ഞാൽ എനിക്ക് കാലൊന്നും പൊങ്ങത്തില്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ടത് മാറ്റേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരം എന്ന് പറയാം. അങ്ങനെ ഒരു കണക്കിന് അതൊക്കെ കഴിഞ്ഞു പോയി. അന്ന് പറയാലോ, സത്യം പറയാലോ, ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു വേദന എനിക്ക് തോന്നിയില്ല കേട്ടോ. അതിനേലും വലിയ വേദനകളായിരുന്നു പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. സ്റ്റിച്ചിൻ്റെ പേരൊന്നും അത്ര തോന്നിയില്ല. ഇതിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. രാത്രി അതായത് ഞാൻ സുഖമായിട്ട് ഉറങ്ങിപ്പോയി. അനസ്തേഷ്യയുടെ എഫക്റ്റാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് സിസ്റ്റർ ഒന്ന് പറഞ്ഞു അതവിടെ ആ നഴ്സിംഗ് സ്റ്റേഷൻ വരെ നടക്കണം. ഞാൻ ഓർത്തു ഞാൻ ബെഡിൽ നിന്ന് താഴെ തന്നെ ഇറങ്ങൂല, പിന്നെ എങ്ങനെ നടക്കും? ഓരോ കണക്കിന് അവിടം വരെ നടന്നു. അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും വേഗം പൊറക്കുമല്ലോ എന്നാണ് വിചാരം. അപ്പം നടന്നു കേട്ടോ, നടക്കാൻ പറ്റി. കുഞ്ഞാവ കരയുന്നുണ്ട് കേട്ടോ, അതാണ് ശബ്ദം കേൾക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, കുട്ടി NICUലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 5 ദിവസം NICUലായിരുന്നു. 5ാമത്തെ ദിവസമാണ് നമുക്ക് ബേബീനെ കൈ കിട്ടുന്നത്. അപ്പോൾ NICUലായിരുന്നപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും കുട്ടിയുടെ കാര്യം നോക്കണ്ട. പിന്നെ ഫീഡ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് പോകും. അപ്പോൾ ആദ്യത്തെ 2 ദിവസം എന്തായാലും എനിക്ക് പാലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് പാലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഫീഡ് ചെയ്യാനായിട്ട് അവിടത്തോളം പോകും. അപ്പം വേറൊരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ അന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഭയങ്കര പരാതിയൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ അന്വേഷിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി NICUലായിരിക്കുന്നത് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ബേബി ആക്റ്റീവാണെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. പിന്നെ NICUലായിരിക്കുന്നു മനസ്സ് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കണല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാഞ്ഞത്. പിന്നെ പിറ്റേ ദിവസം NICU വരെ പോകാനുള്ള ആരോഗ്യം എന്തായാലും എനിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ എനിക്ക് NICUയിൽ പോകാമെന്നുള്ള വിചാരങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചു. ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങള്? നമ്മുടെ കുഞ്ഞാവയുടെ ശബ്ദം ഉണ്ടോ കേൾക്കണേ? കുഞ്ഞാവ എന്തൊക്കെയോ പറയണത്. അവനെ എൻ്റെ മടിയിലിരിക്കണേ, എന്നിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നേട്ടാ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ അന്ന് വൈകുന്നേരം പിന്നെ NICUയിൽ പോയി. വീൽചെയറൊക്കെ വന്നു, ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ 5ാമത്തെ ദിവസമാണ് ഇവൻ റൂമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. അന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഇവൻ നമ്മളെ പൂരപ്പുറമ്പാക്കിയെന്ന് പറഞ്ഞ പോലെ എല്ലാ ഫ്ലോറിൻ സിസ്റ്റേഴ്സ് ഓടി വന്നു. ഭയങ്കര കരച്ചില്, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡാണ് കൂടെ, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്. അമ്മ ഹാർട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്, അമ്മക്ക് അത് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. അന്ന് രാത്രി ഈ 5ാമത്തെ ദിവസം മുതൽ ഇവനെ എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങിയ പാടാണ്. കേൾക്കണ്ടോ ശബ്ദം? ഇതാണ് ഞാൻ വീഡിയോ ഇടാത്തത്, സമയം തീരെ കിട്ടുന്നില്ല. അപ്പോൾ അന്ന് മുതലുള്ള പരിപാടികളാണ്.